നമുക്ക് സബ് ത്രെഷോൾഡ് കണ്ടക്ഷനെ പറ്റി ആദ്യം നോക്കാം. ഈ ടോപ്പിക്സിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവും. ഇതിന്റെ പേരെന്താ? സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ. സബ് ത്രെഷോൾഡ് എന്ന് വെച്ചാൽ ബിലോ ത്രെഷോൾഡ്. ബിലോ ത്രെഷോൾഡിൽ എന്താ സംഭവിക്കുന്നത്? കണ്ടക്ഷൻ. ത്രെഷോൾഡ് വോൾട്ടേജിന്റെ ഡെഫിനിഷൻ എന്താ? ത്രെഷോൾഡ് വോൾട്ടേജ് is that gate voltage, okay, such that current starts flowing, isn't it? Current starts flowing. അതായത് channel is just formed. Okay, so I can say that threshold voltage is that gate voltage at which channel is just formed and current starts flowing. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. Threshold voltage is the voltage at which current starts flowing എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. Threshold voltage is the voltage below which current does not flow. അപ്പം VGS less than VTH no current flows. At VGS less than VTH no current flows. ഇതും കറക്റ്റ് അല്ലേ? ഇതിന്റെ കൊറോളറി അല്ലേ ഇത്? VGS equal to VTH or greater than or equal to VTH ആവുമ്പോഴത്തേക്ക് ചാനൽ ഫോംഡും ആണ്, കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അറ്റ് VTH ആണ് ചാനൽ ഫോം ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, VGS ലെസ് ദാൻ VTH കറണ്ടും ഇല്ല, ചാനലും ഇല്ല, അല്ലെ? ചാനൽ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതാണ്, ഫുള്ളി ഫോം ആയിട്ടില്ല. അപ്പൊ VGS ലെസ് ദാൻ VTH കറണ്ട് ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ടോപ്പിക് എന്താ പറയുന്നത്? ത്രെഷോൾഡിന്റെ കീഴെയുള്ള വോൾട്ടേജിലും ഒരു കണ്ടക്ഷൻ ഉണ്ട്. അതിനാണ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ കിട്ടുന്നത് ഇത്. ഓക്കെ, ഈ സബ് ത്രെഷോൾഡ് കണ്ടക്ഷന് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് വീക്ക് ഇൻവേർഷൻ കണ്ടക്ഷൻ. വീക്ക് ഇൻവേർഷൻ കണ്ടക്ഷൻ എന്ന് വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മോസ്ഫെറ്റ് ആണെങ്കിൽ, ദിസ് ഇസ് യുവർ മോസ്ഫെറ്റ്, ദീസ് ആർ ദ 3 ടെർമിനൽസ്. നമ്മൾ ചാനൽ ജസ്റ്റ് ഫോംഡ് എന്ന് പറയുമ്പം അതിന് തൊട്ടു മുമ്പ്, അതായത് ത്രെഷോൾഡ് വോൾട്ടേജിന്റെ താഴെ ഇവിടെ എന്താ ഉള്ളത്? കംപ്ലീറ്റ് ആയിട്ട് ചാനൽ ഫോം ആയിട്ടില്ല, എന്നാൽ ദിസ് ഇസ് വീക്ക്ലി ഇൻവേർട്ടഡ്, അല്ലെ? പി എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനെ N ആയിട്ട് കൺവേർട്ട് ചെയ്ത് പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏകദേശം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് N റീജിയൻ ആയിട്ട് മാറിയിട്ടുണ്ട്. Therefore, we say that it is weakly inverted, or it is referred to as weak inversion layer. Okay, weak inversion layer. ആ weak inversion layer ഫോം ആയപ്പോൾ തന്നെ ഒരു കണ്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് weak inversion conduction. അപ്പൊ ഇത് രണ്ടും they mean the same thing, right? ഇനി മൂന്നാമതൊരു പേരും കൂടെ ഉണ്ട്, അതാണ് ലീക്കേജ്. യു നോ വാട്ട് ഇസ് ലീക്കേജ്? ലീക്കേജ് എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ലാത്തടത്ത് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോയിങ് വേർ ഇറ്റ് ഷുഡ് നോട്ട് ഫ്ലോ. ഇപ്പൊ പൈപ്പ് ലീക്ക് ആവുക എന്ന് പറയുമ്പോൾ എന്താ? ഒരു ടാപ്പ് ലീക്ക് ആവുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ടാപ്പിന്റെ ഇതിന്റെ മൗത്തിൽ കൂടെയാണ് വെള്ളം വരേണ്ടത്, അല്ലെ? ഇതിനകത്തൂടെ ചാടി വന്നാലോ, നോബിന്റെ ഇടയ്ക്കൂടെ ചാടി വന്നാലോ, it is leakage, isn't it? That means water is flowing where it is not supposed to flow. It is supposed to flow, okay, but here it is not supposed to flow. Appo if it is flowing where it is not supposed to flow, that is referred to as leakage. Current കാര്യവും അങ്ങനെ തന്നെയാണ്. Leakage എന്ന് വെച്ചാൽ current is flowing where it is not supposed to flow. VGS less than VTH കറണ്ട് ഫ്ലോ ചെയ്യാൻ പാടില്ല, പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ലീക്കേജ് എന്നും വിളിക്കാൻ കാര്യം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. When VGS is less than VT, it is referred to as sub threshold condition. അതിനാണ് സബ് ത്രെഷോൾഡ്. സബ് എന്ന് വെച്ചാൽ ബിലോ ത്രെഷോൾഡ് കണ്ടീഷൻ ആണ് VGS less than VT എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? VGS less than VTയിലും മോസ്ഫെറ്റ് ചെറുതായിട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. That is, it is partially conducting a small current at VGS less than VT, and this is referred to as sub-threshold conduction. It is also known as weak inversion conduction, and it is also known as leakage. Okay, ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. On to off is hence gradual and not abrupt. What is that supposed to mean?
അതായത് നമ്മൾ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS-ഉം ഡ്രെയിൻ കറണ്ടും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കാൻ നോക്കിയാൽ എങ്ങനെയിരിക്കും? ഐഡിയൽ കേസ് ചിന്തിക്കുക. ഇപ്പൊ ഈ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ഇല്ലെങ്കിൽ ഐഡിയൽ കേസ് എങ്ങനെയിരിക്കും? ഗേറ്റ് വോൾട്ടേജ് ഇനീഷ്യലി 0 ആയിരിക്കുമ്പോൾ ചാനൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൂട്ടി വരുന്നു. ഗേറ്റ് വോൾട്ടേജ് കൂട്ടി വരുന്നു. ഗേറ്റ് വോൾട്ടേജ് കൂട്ടി നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ചാനൽ ഫോം ആവുന്നു. ആ പോയിന്റിന്റെ പേരെന്താണ്? ത്രെഷോൾഡ് വോൾട്ടേജ്. Is that right? That point is referred to as threshold voltage. Okay? ത്രെഷോൾഡ് വോൾട്ടേജ് വരെ കറണ്ട് എന്തായിരുന്നു? 0. കാരണം ചാനൽ ഇല്ലല്ലോ. ചാനൽ ഇല്ലാത്തപ്പോൾ കറണ്ട് ഇല്ല. ഇനി ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് ചാനൽ ഫോം ആകുന്നു, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാം വളരെ പെട്ടെന്നാണ്, അല്ലെ? അതാണ് നമ്മുടെ ഐഡിയൽ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇനീഷ്യലി 0 ആയിരുന്നു, പെട്ടെന്ന് VTH എന്ന് പറയുന്ന വോൾട്ടേജ് കടന്നപ്പോഴത്തേക്ക് VGS-ന്റെ വോൾട്ടേജ് VTH-നെക്കാട്ടിലും കൂടിയപ്പോഴത്തേക്ക് കറണ്ട് എക്സ്പൊണൻഷ്യൽ ആയിട്ട് കൂടുന്നു. ഇതിനെ നമ്മൾ റെഫർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അബ്രപ്റ്റ്. വി കോൾ ദിസ് അബ്രപ്റ്റ്. ഓക്കെ, പെട്ടെന്നല്ലേ VTH-ൽ നിന്ന് കറണ്ട് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താന്ന് നോക്കിയാട്ടെ. ആക്ച്വലി സംഭവിക്കുന്നത് ഇതേ ഗ്രാഫ് തന്നെ നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. VGS, ഇതിന് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ ക്യാര ഓഫ് എ മോസ്ഫെറ്റ്. ഏത്? ID വേഴ്സസ് VGS എന്ന് പറയുന്ന ഗ്രാഫ്. ദിസ് ഇസ് റെഫർഡ് ടു ആസ് ട്രാൻസ്ഫർ ക്യാര. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അബ്രപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി, ഈ ഗ്രാഫിൽ മനസ്സിലായി. ഇനി ഗ്രാജുവൽ എന്താന്ന് പറയാം. അതായത് വീണ്ടും നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജിന്റെ കഥയിലേക്ക് വരാം. ത്രെഷോൾഡ് വോൾട്ടേജിന്റെ താഴെ എന്താണ്? കറണ്ട് 0 ആണെന്നല്ലേ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മുടെ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ അഥവാ വീക്ക് ഇൻവേർഷൻ കണ്ടക്ഷൻ അഥവാ ലീക്കേജ്, ഈ ഒരു ഫിനോമിനൻ കാരണം ത്രെഷോൾഡിന്റെ താഴെ എന്താ സംഭവിക്കുന്നത്? ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതുകൊണ്ട് VGS 0 ആയിരുന്നപ്പോ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. പക്ഷെ VTH-നോട്ട് അടുക്കും തോറും ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് VTH കഴിയുമ്പോഴത്തേക്ക് കറണ്ട് എക്സ്പൊണൻഷ്യലായിട്ട് കൂടുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് അബ്രപ്റ്റ് ആണോ? അല്ലല്ലോ, ഗ്രാജുവൽ ആയിട്ട് കൂടിയൊരു എഫക്റ്റ് അല്ലേ വരുന്നത്. കറണ്ട് ഹാസ് ഇൻക്രീസ്ഡ് ഗ്രാജുവലി. അപ്പൊ ഗ്രാജുവൽ ആയിട്ടാണ് ഇവിടെ കൂടിയേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കറണ്ട് 0 ആയിരിക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയും? മോസ്ഫെറ്റ് ഓഫ് ആന്ന് പറയും. കറണ്ട് നോൺ 0 ആയിരിക്കുന്ന സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയും? ഓൺ എന്ന് പറയും. മോസ്ഫെറ്റ് ഓൺ ആന്ന് പറയും, അല്ലെ? ഈ ഓഫ് ടു ഓൺ അല്ലെങ്കിൽ ഓൺ ടു ഓഫ് എന്ന് പറയുന്നത് ഇവിടെ അബ്രപ്റ്റ് ആണ്, അഥവാ ഒരു ഇൻസ്റ്റന്റ് സംഭവിക്കുന്ന കാര്യമാണ്. VTH എന്ന് പറയുന്ന വോൾട്ടേജ് എത്തുമ്പോൾ ഓൺ ആകുന്നു, VTH-ന്റെ താഴോട്ട് ഓഫ് ആകുന്നു. അതേസമയം ഈ സെക്കൻഡ് കേസ് എടുത്തേ. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ലെസ് ദാൻ VTH-ലും ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൺ ആയിരുന്ന ഡിവൈസ് VTH-നെക്കാട്ടിലും വോൾട്ടേജ് കുറച്ചാൽ പോലും പെട്ടെന്ന് ഓഫ് ആവുന്നില്ല. കുറച്ചു നേരത്തേക്കും കൂടെ ഓൺ ആയിട്ടാണ് ഓഫ് ആവുന്നുള്ളൂ. അപ്പൊ ഈ ഓൺ ടു ഓഫ് അല്ലെങ്കിൽ ഓഫ് ടു ഓൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബ്രപ്റ്റ്, ഇറ്റ് ഇസ് ഗ്രാജുവൽ എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഇസ് ഗ്രാജുവൽ. ഓക്കെ, അതാണ് ഈ രണ്ടാമത്തെ കേസ്. ഇസ് ദാറ്റ് ക്ലിയർ? സേ ദാറ്റ് വൺസ് മോർ. എന്താ സംഭവിക്കുന്നത്? ഇഫ് ഐ പ്ലോട്ട് ദ ട്രാൻസ്ഫർ ക്യാര ഓഫ് ID versus VGS, what happens? For the ideal case, VTH എന്ന് പറയുന്ന വോൾട്ടേജിനെക്കാട്ടിലും VTH അഥവാ VT-യെക്കാട്ടിലും കുറഞ്ഞ വോൾട്ടേജിൽ കറണ്ട് 0 ആണ്. കറണ്ട് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, VT എന്ന് പറയുന്ന വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് ഇത് ഓൺ ആകുന്നു, അബ്രപ്റ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ? കറണ്ട് 0 ആയിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് റെഫർ ചെയ്യുന്നത്? വി കോൾ ഇറ്റ് ഓഫ്. മോസ്ഫെറ്റ് ഇസ് ഓഫ്. ഓക്കെ, കറണ്ട് നോൺ 0 ആയിരിക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ മോസ്ഫെറ്റ് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓൺ ടു ഓഫ് അല്ലെങ്കിൽ ഓഫ് ടു ഓൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് അബ്രപ്റ്റ്ലി അറ്റ് ത്രെഷോൾഡ് വോൾട്ടേജ്.
This is the case, ideal case, and this is referred to as abrupt. Okay. Second case is gradual. Gradual എന്ന് വെച്ച് കഴിഞ്ഞാൽ once again if you draw the transfer cara VGS ID, what happens? Again you have threshold voltage here. Threshold voltage ന്റെ താഴോട്ടും ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനീഷ്യലി VGS equal to 0 ആകുമ്പോൾ കറണ്ട് 0 ആണ്. പക്ഷെ വീക്ക് ഇൻവേർഷൻ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് സ്മോൾ കറണ്ട് ഷോൺ ഹിയർ. ഓക്കെ, ഇത് VT ആണ്. പക്ഷെ VT-നെക്കാട്ടിലും കുറവാണെങ്കിലും ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് VT എത്തുമ്പോഴത്തേക്ക് അത് ആസ് യൂഷ്വൽ എക്സ്പൊണൻഷ്യൽ ആയിട്ട് കൂടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത്രയും ദൂരത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും വോൾട്ടേജിന് മാത്രമേ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഓഫ് എന്ന് കംപ്ലീറ്റ്ലി വിളിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ്ലി ഓൺ ആവുന്നത് ഈ ഒരു പോർഷനിലാണ്, VT കഴിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചേക്കുന്നത്? ഓഫ് ടു ഓൺ അഥവാ ഓൺ ടു ഓഫ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ ഇസ് ഗോയിങ് ഫ്രം ഓഫ് ടു ഓൺ അഥവാ ഓൺ ടു ഓഫ്. ഓക്കെ, ഓഫ് ടു ഓൺ ഓർ ഓൺ ടു ഓഫ്, ഇങ്ങോട്ടോ അങ്ങോട്ടോ. ഓക്കെ, ഈ ഓഫ് ടു ഓൺ അഥവാ ഓൺ ടു ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രാജുവൽ. ദിസ് ഇസ് കൺസിഡറിങ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ. ഓക്കെ, ദിസ് ഇസ് വാട്ട് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ഡസ് ടു ദ മോസ്ഫെറ്റ്. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ടിരിക്കുകയാണ്, നമ്മൾ അതിനെ സ്വിച്ച് ഓഫ് ചെയ്തു, അത് ഉടനെ ഓഫ് ആയില്ല. അത് നല്ല കാര്യമാണോ അതോ ചീത്ത കാര്യമാണോ? ഇസ് ഇറ്റ് ഡിസൈറബിൾ ഓർ നോട്ട്? ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ആക്കുമ്പം ഉടനെ ഓഫ് ആവുന്നില്ല, കുറച്ച് സമയം എടുത്തേ ഓഫ് ആവുന്നുള്ളൂ. ഇസ് ദാറ്റ് ഗുഡ് ഓർ ബാഡ്? ഒബിയസ്ലി ഇറ്റ്സ് ബാഡ്, ഇസന്റ് ഇറ്റ്? നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ തന്നെ അത് ഓഫ് ആകണം അല്ലേ? അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓഫ് ആക്കുന്നത്. അതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ട് ഓഫ് ആകുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡിസൈറബിൾ. ഈ ഗ്രാജുവൽ എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? സബ് ത്രെഷോൾഡ്. അപ്പൊ ഈ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ ഇസ് നോട്ട് എ ഡിസൈറബിൾ phenomenon. It is not a desirable phenomenon. Okay, just keep that in mind. സബ് ത്രെഷോൾഡ് കണ്ടക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ഒരു ഡ്രെയിൻ കറണ്ട് ഉണ്ട്. അതായത് VGS ലെസ് ദാൻ VT ആവുമ്പോഴത്തേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, നോൺ സീറോ കറണ്ട് ഉണ്ട്. ആ കറണ്ടിന്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാതെ പഠിക്കണേ. ഇതിനകത്ത് KT/Q ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഈ VT എന്ന് ഉദ്ദേശിക്കുന്നത് V സഫിക്സ് T ആണ്. ഓക്കെ, ആൻഡ് IS ആൻഡ് N, ഇതിനകത്ത് IS N പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എംപെരിക്കൽ. എംപെരിക്കൽ എന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ സ്വന്തമായിട്ടില്ല, അത് എക്സ്പെരിമെന്റൽ ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ്. എന്നിന്റെ വാല്യൂ യൂഷ്വലി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 1 ആണ്. 1.5 ആണ് ടിപ്പിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ. സബ് ത്രെഷോൾഡ് കണ്ടീഷനിലെ ഗ്രാഫ് ഒന്നുകൂടി ഒന്ന് സൂം ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. ത്രെഷോൾഡ് വോൾട്ടേജിന്റെ താഴോട്ട് കറണ്ട് കുറയുന്നുണ്ട്. ആസ് VGS is reduced, current decreases, but it decreases exponentially. ആണ് കാണിച്ചിരിക്കുന്നത്. Decays in exponential factor at VGS less than VT. ഇനി നമുക്ക് എന്തുമാത്രം അബ്രപ്റ്റ് ആണല്ലോ ഡിസൈറബിൾ ആയിട്ടുള്ളത്, എന്തുമാത്രം അബ്രപ്റ്റ് ആണെന്ന് മെഷർ ചെയ്യുന്ന പാരാമീറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ ക്വാളിറ്റി മെഷർ ഓഫ് ദ ഡിവൈസ്. എസിന്റെ വാല്യൂ എത്രയും കുറഞ്ഞിരിക്കുന്നോ ഇറ്റ് ഇസ് ബെറ്റർ. എസിന്റെ വാല്യൂ എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും ബെറ്റർ ആണ്. കാരണം എസ് മെഷേഴ്സ് ഹൗ അബ്രപ്റ്റ് ദ ഡിവൈസസ്, how abruptly it goes from on to off or off to on. Okay, rate of decline of the current at VGS less than VT is a quality measure of the device, and this is referred to as sub threshold slope factor S. Slope factor ന്റെ equation ആണ് തന്നിരിക്കുന്നത്. ഈ സ്ലോപ്പ് ഫാക്ടറിന്റെ വാല്യൂ എത്രയും കുറഞ്ഞതായിരിക്കുന്നോ അത്രയും ബെറ്റർ ആണ് നമ്മുടെ ഡിവൈസ് ആണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തുമാത്രം കുത്തനെയാണ് ഇത് ഡീകേ ചെയ്യുന്നത് എന്നുള്ളതാണ് എസ് പറയുന്നത്. ഓക്കെ, ഐഡിയൽ കേസ് കണ്ടല്ലോ. ഐഡിയൽ കേസ് ദ വാല്യൂ ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും ഐഡിയൽ കേസിൽ. നോൺ ഐഡിയൽ കേസിൽ 1.5 ആയിരിക്കും വാല്യൂ. എംപെരിക്കലായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നു എന്നിന്റെ വാല്യൂ. ഇനി ഈ സബ് ത്രെഷോൾഡ് കറണ്ട് കാരണം ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പവർ ലോസ് ആണ്. ലീക്കേജ് എന്ന് വെച്ചാൽ അൺഡിസൈറബിൾ ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ ചെയ്താൽ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് അവിടെ ഉണ്ടാവും, അതായത് പവർ ഡിസിപ്പേഷൻ ഉണ്ടാവും, പവർ നഷ്ടപ്പെടും. ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, ദിസ് ഇസ് വൺ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ.
അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ വെച്ചിട്ട് ലീക്കേജ് ആണ്. ലീക്കേജ് എന്ന് വെച്ചാൽ പവർ ലോസ് ഡ്യൂ ടു ലീക്കേജ്. പവർ ലോസ് ഡ്യൂ ടു ലീക്കേജ് എന്ന് വെച്ചാൽ current is flowing where it is not supposed to flow. Therefore, when current flows, a power is dissipated, and that power dissipated is actually undesirable. Extra power dissipated ആണ്. That is undesirable. കുറച്ച് പവർ ലോസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ പവർ കൺസംഷൻ എക്സ്ട്രാ ഉണ്ടാവുന്നു, പവർ ലോസ്റ്റ് ആവുന്നു. അതാണ് ആദ്യത്തെ പ്രശ്നം, സബ് ത്രെഷോൾഡ് കണ്ടക്ഷന്റെ ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെമ്മറിയിലൊക്കെ ഇത് സംഭവിക്കുന്നത്. അതായത് ഡൈനാമിക് സർക്യൂട്ട്സിൽ മെമ്മറി, അതായത് മെമ്മറി യൂസിങ് ഡൈനാമിക് സർക്യൂട്ട്സ്. മെമ്മറി എന്ന് വെച്ചാൽ എന്താ? ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് ഡേറ്റ? 1 അഥവാ 0. 1 അഥവാ സ്റ്റോർ ചെയ്യുന്ന ആളാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ഈ മെമ്മറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡൈനാമിക് സർക്യൂട്ട്സ് ഉപയോഗിക്കുകയെന്ന് വിചാരിക്കുക. മെമ്മറി ഉണ്ടാക്കാൻ ഡൈനാമിക് സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നു. ഡൈനാമിക് സർക്യൂട്ട്സ് എന്ന് വെച്ചാൽ ഈ 1ഉം 0യും എവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് അറിയാമോ? ഒരു കപ്പാസിറ്ററിന്റെ അക്രോസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഒരു കപ്പാസിറ്ററിന്റെ അക്രോസ് ആണ് 1ഉം 0യും സ്റ്റോർ ചെയ്യുന്നത്. ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ 1 എന്ന് വിളിക്കും, ചാർജ് അല്ലെങ്കിൽ 0 എന്ന് വിളിക്കും. 1 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫുള്ളി ചാർജ്ഡ് അഥവാ ഫുൾ വോൾട്ടേജ് 5 വോൾട്ട് ആണ്. ഓക്കെ, ഈ കപ്പാസിറ്റർ ചാർജോ ഡിസ്ചാർജോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു സ്വിച്ച് ആണ്. ഇവിടെ ഒരു സ്വിച്ച് ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും. ഈ സ്വിച്ച് ക്ലോസ് ആയാൽ കപ്പാസിറ്ററിൽ നിന്നുള്ള വോൾട്ടേജ് ഡിസ്ചാർജ് ആയി പോകും. ഈ ഡേറ്റ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഈ സ്വിച്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഉള്ള ചാർജ് അതുപോലെ നിൽക്കും, ഡേറ്റ 1 ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഉണ്ടല്ലോ, ദിസ് സ്വിച്ച് ഇസ് ആക്ച്വലി എ മോസ്ഫെറ്റ്. ദിസ് സ്വിച്ച് ഇസ് ആക്ച്വലി എ മോസ്ഫെറ്റ്. അപ്പൊ ഈ മോസ്ഫെറ്റ് ഓൺ ആകുമ്പം സ്വിച്ച് ക്ലോസ്ഡ്. ഇത് ഓഫ് ആകുമ്പോഴത്തേക്ക് സ്വിച്ച് ഓപ്പൺ. ഓക്കെ, ഇത് ഓൺ ആകുമ്പോഴത്തേക്ക് സ്വിച്ച് ക്ലോസ്ഡ്, ഓഫ് ആകുമ്പോഴത്തേക്ക് സ്വിച്ച് ഓപ്പൺ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ VTH ആണെങ്കിൽ, അഥവാ ഗ്രേറ്റർ ദാൻ VT ആണെങ്കിൽ ഇത് ഓൺ ആയിരിക്കും. ഓൺ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ VTH ആകുമ്പോഴത്തേക്ക് ഇത് ഓൺ ആകുന്നു, ഇത് കംപ്ലീറ്റ്ലി കണ്ടക്ട് ചെയ്യുന്നു. ഇത് ലെസ് ദാൻ VTH ആകുമ്പോഴത്തേക്ക്, ശ്രദ്ധിക്കണേ, ലെസ് ദാൻ VTH ആകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ആകുന്നു, ഇത് ഓപ്പൺ സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ കാരണം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ആദ്യം VGS ഗ്രേറ്റർ ദാൻ VT ആയിരുന്നു, സംഭവം ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയപ്പോഴത്തേക്ക് ഇത് ഫുള്ളി ചാർജ് ചെയ്തു, അല്ലേ? ഇത് ഫുള്ളി ചാർജ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ VGS ലെസ് ദാൻ VT, അതായത് ഇത് ഓഫ് ആവുകയാണ്. ഇത് ഓഫ് എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ സ്വിച്ച് ആവുക ചെയ്യുന്നത്. അപ്പൊ ഉടനെ തന്നെ ഈ ഫുൾ ചാർജ് ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഫുൾ ചാർജ് ഇവിടെ തന്നെ സ്റ്റക്ക് ആവണം. ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊരു പാത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഫുൾ ചാർജ് ഇവിടെ തന്നെ തങ്ങി നിന്ന് നമുക്ക് ലോജിക് 1 കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ VGS ലെസ് ദാൻ VT ആകുമ്പോഴത്തേക്ക് ഈ മോസ്ഫെറ്റ് ഫുള്ളി അങ്ങോട്ട് ക്ലോസ് ആവുന്നില്ല. വൈ? കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യും. ബിക്കോസ് ഓഫ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യും. ആ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം, അല്ലെങ്കിൽ ഇത് കുറച്ച് ഓൺ ആണ്, ദിസ് മോസ്ഫെറ്റ് സ്ലൈറ്റ്ലി ഓൺ. അപ്പൊ എന്ത് പറ്റും? ഈ ഫുൾ ചാർജ് ആയിരുന്നത് കുറച്ച് ചാർജ് ഇങ്ങോട്ട് നഷ്ടപ്പെടും. ഓക്കെ, ഫുൾ ചാർജ് ആയിരുന്നതിൽ നിന്ന് കുറച്ച് ചാർജ് ഇങ്ങോട്ട് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന ചാർജിനാണ് നമ്മൾ ലീക്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചാർജ് നഷ്ടപ്പെടുമ്പോൾ വെറുതെ ലീക്കേജ് മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾക്ക് ഫുൾ 1 എന്ന് പറയുന്നത് 5 വോൾട്ട് ആയിരുന്നു. 5 വോൾട്ടിൽ നിന്ന് കുറച്ച് ചാർജ് പോയി. 5 വോൾട്ടിൽ നിന്ന് കുറച്ച് ചാർജ് പോയി, അതൊരു 4 വോൾട്ട് ആയെന്ന് വെച്ചു. 4 വോൾട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ലോജിക് 1 ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ നോയ്സ് മാർജിൻ ഒക്കെ പരിചയമുണ്ടല്ലോ, അല്ലെ? അപ്പോൾ 4 വോൾട്ട് എന്ന് പറയുന്നത് ലോജിക് 1 ആവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വെരി വീക്ക് 1. ഇൻ ഷോർട്ട്, ദ ഡേറ്റ across this capacitor becomes corrupted. അതുകൊണ്ട് ഇതിന്റെ ഓപ്പറേഷൻ മൊത്തത്തിൽ ഡീഗ്രേഡ് ആവുക ചെയ്യുന്നത്. ഇതിന്റെ റീസൺ ആരാണ്? ഈ ഓൺ ഓഫ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയതാണ് റീസൺ.
അതിന്റെ റീസൺ ആരാണ്? സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ. ഹെൻസ് ഇൻ ഡൈനാമിക് സർക്യൂട്ട്സ് ഈ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടെ, നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഈ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിങ്ങനെ ട്രാൻസ്ഫർ കെയർ വരച്ചു, VGS ഇവിടെയും ID ഇവിടെയും വെച്ച് ട്രാൻസ്ഫർ കെയർ വരച്ചു. ഈ കറണ്ട് എന്ന് പറയുന്നത്, ഈ VT യുടെ താഴോട്ടുള്ള ഈ കറണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാധനങ്ങളുടെ മോസ്ഫെറ്റുകളുടെ ഒക്കെ സൈസ് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക്, എല്ലാത്തിന്റെയും സൈസ് കുറയുമ്പം കറണ്ടും കുറയുമല്ലോ. സപ്ലൈ വോൾട്ടേജും കുറയും, കറണ്ടും കുറയും. സാധനങ്ങളുടെ സൈസ് കുറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് സപ്ലൈ വോൾട്ടേജും കുറയും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും കുറയും. അപ്പോൾ ഈ കറണ്ടിന് എന്ത് പറ്റും? ദിസ് ബിക്കംസ് കമ്പയറബിൾ ടു അവർ സിഗ്നൽ കറണ്ട്സ്. ഈ കറണ്ട് എന്ന് പറയുന്നത് സിഗ്നൽ കറണ്ട് ആണ്. ഈ സബ് ത്രഷോൾഡ് കണ്ടക്ഷനിൽ ഉണ്ടാകുന്ന വളരെ ചെറുത് എന്ന് നമ്മൾ കരുതിയ കറണ്ടും നമ്മുടെ സിഗ്നലിന്റെ കറണ്ടും കമ്പയറബിൾ ആകുന്നു. ഇത് രണ്ടും കൂടെ കമ്പയറബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ cannot be ignored. It cannot be ignored because it is comparable to the signal current. ഇവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ എവിടെയാ പ്രശ്നം വന്നത്? ടെക്നോളജി ഇംപ്രൂവ് ചെയ്ത് ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ചെറുതാക്കിയപ്പോഴത്തേക്ക് എന്തു പറ്റി? എല്ലാം സ്കെയിൽ ചെയ്തു, സപ്ലൈ വോൾട്ടേജ് സ്കെയിൽ ചെയ്തു, എല്ലാം സ്കെയിൽ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സബ് ത്രഷോൾഡ് കണ്ടക്ഷനിലുള്ള കറണ്ട് കമ്പയറബിൾ ആയി. അപ്പോൾ ഇറ്റ് ബിക്കംസ് സിഗ്നിഫിക്കൻറ്റ്. എന്തുമാത്രം സിഗ്നിഫിക്കൻ്റ് ആണ്? ഇറ്റ് ക്യാൻ എക്സീഡ് 50% ഓഫ് ദ ടോട്ടൽ പവർ കൺസംഷൻ. ടോട്ടൽ പവർ കൺസംഷന്റെ പകുതിയോളം നമ്മുടെ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ കാരണമാണ് സംഭവിക്കുന്നത്. ദാറ്റ്സ് റിയലി ബാഡ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ. അപ്പോൾ ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സബ് ത്രഷോൾഡ് കണ്ടക്ഷന്റെ പ്രസക്തി കൂടി വരികയാണ്. ഈ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ. So that is all for sub threshold conduction. Now we'll move on to the next topic.